ഇന്ന് ഹോസ്പിറ്റലിൽ പോവാണ്. അപ്പോൾ രാവിലെ തന്നെ മക്കളൊക്കെ സ്കൂളിലേക്ക് അയച്ച പാടന്നെ ഒരു 9:30 മണിയാകുമ്പോഴേക്കും ഞാൻ റെഡിയായി നിന്നു. ഓട്ടോ വിളിച്ചിട്ടുണ്ട്, ഓട്ടോ എത്തി. അപ്പം നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണോ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരെ ഈ ചിരി കണ്ട നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇവൾ ഇങ്ങനെ ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഓട്ടോ ഡ്രൈവർ പരിചയമുള്ളതായതുകൊണ്ട് അവർ അവിടെ നിന്ന് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാം എന്നോട്. ഞാൻ വീഡിയോ എടുത്ത് വരുന്നതുകൊണ്ട് അപ്പം ഞാൻ അതിനുള്ള ചിരിയാണ്. അപ്പം നമ്മളങ്ങനെ പോകുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക്. ഞാനും ഉമ്മയും ഉമ്മാൻ്റെ ഏട്ടത്തിയും കൂടിയായിട്ടും പോകുന്നത്. ഇത് കുയ്യാലി എന്ന് പറയുന്ന സ്ഥലത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ അടുത്തുള്ള മിഷൻ ഹോസ്പിറ്റലിലേക്കാണ്. നമ്മൾ സ്വന്തം തറവാടായത് ഹോസ്പിറ്റൽ മിഷൻ ഹോസ്പിറ്റലാണ്. എന്ന് വെച്ചാൽ നമുക്ക് എവിടെ പോയാലും കംഫർട്ടായിട്ടുള്ള ആദ്യം നമ്മൾ ഇവിടെയാണ് കുറേ ഇതായിട്ട് വരുന്നത്. അപ്പോൾ വന്ന് ഞാൻ വേഗം ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേഗം പോയിട്ട് OP ഷീറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോക്കൺ നമ്പർ 21 കിട്ടിയത്. അങ്ങനെ ലാബിൻ്റെ അടുത്ത് വന്ന് ഉമ്മ ലാബിലേക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് അകത്ത് പോയി. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന പുറത്തുനിന്ന്. നമ്മൾ വെയിറ്റിംഗ് ആണല്ലോ എല്ലാത്തിനും. അപ്പോൾ അതിനുശേഷം ഇവർ രാവിലത്തെ ഭക്ഷണം ഒന്നും കഴിക്കാണ്ട് നമ്മൾ ഇറങ്ങിയത്. എന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റിങ്ങിൽ ചെയ്യേണ്ട ടെസ്റ്റാണ്. അപ്പോൾ അങ്ങനെ എന്താക്കിയിട്ടില്ല, ബ്ലഡ് കൊടുത്തിട്ട് വേഗം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ക്യാൻറ്റീനിൽ കയറിയിട്ട് പൊറോട്ട ഉണ്ടായി, നൂൽപുട്ടും അതൊക്കെ ഓർഡർ ചെയ്തു. ഉമ്മക്ക് അരി ഭക്ഷണമാണല്ലോ കഴിക്കേണ്ടത്. അങ്ങനെ അത് കഴിച്ചിട്ട് വീണ്ടും ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ വീണ്ടും വന്ന് അവിടെ വെയിറ്റ് ചെയ്യുന്ന. അപ്പോൾ വെയിറ്റ് ചെയ്യുന്ന 2 മണിക്കൂറായി ഗൈസ്. വീണ്ടും പുറത്ത് വന്ന് 2 കോഫിയൊക്കെ ഓർഡർ ചെയ്തു. കോഫി ഇങ്ങനെ കുടിക്കുന്നേരം ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ മാക്സിമം 3.5 മണിക്കൂർ വെയിറ്റിംഗ് ആണ് നമ്മൾ. അങ്ങനെ സമയമൊക്കെ ആയി. പിന്നെ ലാബിൽ വന്ന് ടെസ്റ്റൊക്കെ വാങ്ങി. അങ്ങനെ പിന്നെ ഡോക്ടറെ കാണാൻ പോയി, കണ്ടു ഗൈസ്. അങ്ങനെ ഇറങ്ങി. അപ്പോൾ മുമ്പിലെല്ലാം മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് ഞാൻ മരുന്നൊക്കെ വാങ്ങിയത്. വെച്ചാലേ ഹോസ്പിറ്റലിൽ പിന്നെയും 1 മണിക്കൂർ ഇങ്ങനെ വെയിറ്റിംഗ് ആയിട്ടുണ്ടാവണം. അങ്ങനെ മരുന്നൊക്കെ വാങ്ങിയതിൻ്റെ ശേഷം കുറേ ആയല്ലോ. അപ്പോൾ ഉമ്മ പറഞ്ഞ് സമയം 3 മണിയാകാനായല്ലോ, നമുക്ക് ഉച്ചഭക്ഷണം എന്തായാലും കഴിക്കാം. അങ്ങനെ അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് പോയി. ഹോട്ടലിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അപ്പോൾ മീൽസാണ് ഓർഡർ ചെയ്തത്. വെജിറ്റേറിയൻ സാമ്പാറും ചോറും കഴിക്കാമെന്നുള്ള. പക്ഷെ അവർ സപ്ലൈ ചെയ്യുന്ന അതൊന്നും എനിക്ക് പിടിച്ചില്ല ഗൈസ്. അങ്ങനെ ഫുഡ് അങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ഒരു ചിക്കൻ ബിരിയാണി പാർസലൊക്കെ വാങ്ങി വീട്ടിലേക്ക് വേഗം വിടും. എന്ന് വെച്ചാൽ മോർണിംഗ് സ്കൂളിട്ട് വരാണ്ട് സമയമായി, അവൻ്റെ വണ്ടി വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്ന് ഭയങ്കരമായിട്ട് ഒരു കുഴപ്പമില്ല, ഉമ്മാക്ക് ബെറ്ററായിട്ടുണ്ട്. ആദ്യത്തിനെക്കാട്ടി ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ. വീണ്ടും 5 ദിവസം കഴിഞ്ഞ് ഇതേപോലത്തെ രാവിലെ തന്നെ പോയിട്ട് ഒക്കെ ടെസ്റ്റൊക്കെ ഉണ്ട്. അങ്ങനെ വീട്ടിൽ വന്ന് വീട്ടിൽ ഒന്ന് ഉച്ചഭക്ഷണം ഒന്നും വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒരു ചിക്കൻ ബിരിയാണി 2 ആൾക്കും മതിയാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ.